ഇത്ര കാലം ആ കുട്ടി പിടിച്ചു നിന്നത്, ആ സ്ത്രീ പിടിച്ചു നിന്നത് 10 വയസ്സുകാരിയായ ഒരു മകളുണ്ട്. ഈ മകൾ 3 മാസം മുൻപാണ് അമ്മയോടും അച്ഛനോടുമൊപ്പം ഷാർജയിലേക്ക് പോകുന്നത്. ഇവർ ദുബായിലായിരുന്നു 2 വർഷം. അതിനുശേഷം ഈ 3 മാസങ്ങൾക്ക് മുൻപാണ് ഷാർജയിൽ റോളയിൽ ഒരു പുതിയ താമസ സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോൾ മകൾ 3 മാസം മുമ്പ് ഇവരോടൊപ്പം പോയിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്നതിനെക്കാട്ടും നല്ലത് നാട്ടിൽ വന്ന് മുത്തച്ഛനോടും മുത്തശ്ശിയോടും ഒപ്പം കഴിയുന്നതാണ്, അവിടെ നിന്ന് പഠിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവിലാണ് ആ കുട്ടി. 10 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. തിരികെ നാട്ടിലേക്ക് പോകുന്നു. പിന്നീട് ഈ താമസ സ്ഥലത്ത് ഭർത്താവും ഭാര്യയും തനിച്ചാണ്. അവിടെയാണ് മദ്യപിച്ച് ഇയാൾ കാണിച്ചു കൂടുന്നത്. 1 ലക്ഷം രൂപയിലധികം സാലറിയുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ജോലിക്കാരനായിരുന്നു ഇയാൾ. അങ്ങനെയുള്ള ഒരാൾക്കാണ് മകളെ പിടിച്ചു കൊടുത്തത്. അവരുടെ കണ്ണിൽ മകളുടെ സന്തോഷത്തെക്കാൾ ഉപരി അയാൾക്ക് ഒരു ഉയർന്ന ജോലിയുണ്ട്, വിദേശത്താണ് ജോലി, ഇതൊക്കെയായിരിക്കും അവരുടെ പ്രയോറിറ്റി. ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണത്തിന് മുൻപ് തന്നെ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ പരമാവധി ആ ഭാവി ജീവിതത്തിൽ തങ്ങളെ ബാധിക്കുന്നത് എന്തൊക്കെയാണ്, ആ ഒരു പ്രശ്നങ്ങൾ, ആ ഒരു റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, അതിലേക്ക് അവരെ ആ ജോലി കണ്ടോ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിലെ ഒരു സ്ഥാനം അല്ലെങ്കിൽ അതൊന്നും കണ്ടുകൊണ്ട് ഒരു മകളെയും പിടിച്ച് ഇത്തരത്തിലുള്ള ക്രിമിനലുകളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കരുത്.